മറ്റൊരു വാർത്തയിലേക്ക്. ക്ഷേത്ര ഓഫീസിലെ ചിക്കൻ ബിരിയാണി സൽക്കാരത്തെ തുടർന്ന് സസ്യേതര ഭക്ഷണങ്ങൾ വിലക്കി ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം മതിലകം ഓഫീസ്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസിലായിരുന്നു ബിരിയാണി സൽക്കാരം. സൽക്കാരത്തിന് നേതൃത്വം നൽകിയത് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നാണ് ആരോപണം. വി വിനോദ് വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, എന്താണ് സംഭവിച്ചത്? എന്താണ് ഉയരുന്ന പരാതി? രേണുക, ഒരാഴ്ച മുൻപായിരുന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നത്. ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസിലായിരുന്നു ബിരിയാണി സൽക്കാരം. ഈ ആരോപണം ഉന്നയിക്കുന്നവർ പറയുന്നത് ഇങ്ങനെയാണ്: എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഡ്രൈവറുടെ മകന് ജോലി ലഭിച്ചു. ഈ ജോലി ലഭിച്ചതിന്റെ സന്തോഷത്തിൽ അവിടെ ഇങ്ങനെ ബിരിയാണി സൽക്കാരം നടത്തിയെന്നാണ്. അവിടെയാണ് ഈ ഗുരുതരമായ ആരോപണം വരുന്നത്. ക്ഷേത്രവുമായി വളരെ ചേർന്നിരിക്കുന്ന എക്സിക്യൂട്ടീവ് ഓഫീസാണ്. ഇവിടെ ഈ ആളുകൾ റെസിപ്റ്റ് ഉൾപ്പെടെ എഴുതാൻ വരുന്ന ഒരു ഓഫീസാണ്. ഇങ്ങനെ ചിക്കൻ ബിരിയാണി കഴിക്കുന്ന ഓഫീസിൽ നിന്ന് റെസിപ്റ്റ് എഴുതി അതിനകത്തേക്ക് കൊണ്ടുപോകാം. അല്ലെങ്കിൽ ഈ ഇവിടുത്തെ കടലാസുകൾ, എക്സിക്യൂട്ടീവ് ഓഫീസറുടെ മുറിയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഫയലുകൾ ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്ന സ്ഥലമാണ്. അങ്ങനെ ഈ ഫയലുകളും മറ്റു കാര്യങ്ങളുമൊക്കെയും ക്ഷേത്രത്തിനുള്ളിലേക്കും പുറത്തേക്കും ഒക്കെയും വരുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ഏറ്റവും പവിത്രമായി സൂക്ഷിക്കേണ്ട ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ ബിരിയാണി സൽക്കാരം നടത്തിയതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നു വന്നത്. ഹിന്ദു ഐക്യവേദിയുടെയും അതോടൊപ്പം തന്നെ കർമ്മചാരി സംഘത്തിന്റെയും ഒക്കെയും ആരോപണങ്ങൾ, അവരുടെ പ്രതിഷേധം, ഈ ക്ഷേത്ര പരിസരത്ത് സമരം തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾ നടന്നു വരുന്നതിനിടെയാണ് ഇപ്പോൾ മതിലകം ഓഫീസിൽ നിന്നുള്ള ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത്. സസ്യേതര വസ്തുക്കളും ലഹരി വസ്തുക്കളും ക്ഷേത്രവുമായി ചേർന്ന ഓഫീസുകളിൽ പാടില്ല എന്ന കാര്യമാണ് ഇപ്പോൾ ഈ ഉത്തരവിൽ പറയുന്നത്. എക്സിക്യൂട്ടീവ് ഓഫീസർ തന്നെയാണ് ഈ ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. പക്ഷെ അദ്ദേഹത്തിനെതിരെ തന്നെയാണ് ആരോപണവും നേരത്തെ ഉയർന്നു വന്നത്. എക്സിക്യൂട്ടീവ് ഓഫീസറെ മാറ്റുക എന്ന ആവശ്യവുമായാണ് സമരക്കാർ ഇപ്പോൾ ഈ പ്രക്ഷോഭ രംഗത്തുള്ളത്. രേണുക, ശരി. വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം.